എല്ലാവർക്കും സുഖല്ലേ? ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്റ്റേ ഹെൽത്തി. ഇന്ന് കുഞ്ഞുമോന് ലല്ലൂസിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാവർട്ടിയെ പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി വായോ കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണതായിട്ടൊന്നും എടുത്തില്ല, നമ്മൾ ജസ്റ്റ് വണ്ടിയുമ്പോൾ പോകുന്നതായിട്ടാണ് എടുത്തത്. ഇന്ന് മഴയില്ല, നല്ല ദിവസമായിരുന്നു, വെയിലൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ബൈക്കുമ്പോൾ പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബൈക്കിലാണ് ഇന്ന് പോണത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ അങ്ങനെ നമ്മൾ പാവർട്ടി പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. നോക്കിയപ്പോൾ നല്ല വെയിലാണ് കേട്ടോ, നല്ല ചൂട്. പിന്നെ പള്ളി കാണാനുള്ള ആഗ്രഹവും ഉണ്ടെങ്കിൽ ചോറ് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് പിന്നെ വെയിലൊന്നും വലിയ കാര്യമായിട്ട് തോന്നിയില്ല. അങ്ങനെ നോക്കിയപ്പോൾ അതെ അപ്പയും മോനും പാർക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയി നിൽക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് ചുറ്റോറും ഞാനൊന്നെടുത്തു. സ്കൂളാണ്, അവിടുത്തെ പള്ളിയുടെ സ്കൂളാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിലാണുള്ളത്. ഇതാണ് നമ്മുടെ പാവർട്ടി പള്ളി. ഇതാണ് പള്ളിയുടെ ആനവാതിൽ. ഫ്രണ്ട് ഭാഗത്തെ വലിയ വാതിൽ തുറന്നിട്ടില്ല, രണ്ട് സൈഡിൻ്റെ വാതിൽ മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കൊത്തുപണികളും ഔസേപിതാവിൻ്റെ മാതാവിൻ്റെ ഒക്കെ കൊത്തുപണികളും ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതിനിടയിൽ മോനവിടെ എന്തോ ഒപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ വിളിച്ച് വേഗം പള്ളിയുടെ ഉള്ളിൽ കയറി. അതാണ്, അങ്ങനെ പള്ളിയുടെ ഉള്ളിൽ കയറിയപ്പോൾ വലിയ ബഹളവും ആളും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നിശബ്ദമായി സമാധാനപരമായി ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തത്. അതിൻ്റെ ഇടയിൽ അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്, വാച്ച് നോക്കിയിട്ട് ഇതേ സമയം എത്രയായി, പോകാറായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വെച്ചിട്ടുള്ള തിരുശേഷിപ്പ് കാണാൻ വേണ്ടി നടന്ന് തിരുശേഷിപ്പൊക്കെ കണ്ട് ആൾത്താരെയൊക്കെ നന്നായി നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് നല്ലോണം തൊട്ടരികിൽ നിന്ന് തൊട്ടുമുട്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. ആ വീഡിയോസാണ് നിങ്ങളിനി കാണാൻ പോണേ കേട്ടോ. ഇനി നമ്മൾ ചോറ് കൊടുക്കാൻ പോവാണ് ഉണ്ണിക്ക്. വിശേഷമായി പറഞ്ഞ മാനവ സമൂഹത്തിന് രക്ഷിച്ചായി ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ ജീവിതത്തിനായി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഈ ശിശുവിനെ കരുണാപൂർവ്വം രക്ഷിച്ചനുഗ്രഹിക്കണമേ. ഈ ശിശുവിന് ജന്മം നൽകിയ മാതാപിതാക്കന്മാരെയും ഒന്ന് ആസ്വദിക്കണമേ, അനുഗ്രഹിക്കണമേ. സമയത്തിന്റെ പൂർണ്ണതയിൽ അങ്ങനെ ദിവശരീരവും തിരുശക്തവും ഉൾക്കൊണ്ട് അനുഗ്രഹീതമാകുവാനുള്ള ഈ കുഞ്ഞിനെ ആരോഗ്യവും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നിത്യകാലം സ്വർഗീയം ആസ്വദിക്കാനുള്ള നിഗ്രഹം നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തെ നല്ല രീതിയിൽ തന്നെ വിചാരിച്ച പോലെ ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഫ്രണ്ടിലുള്ള ഔസേപിതാവിനോടും കൂടി കണ്ട് നല്ലോണം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. ഇനി ഞങ്ങൾ പാലൂർ പള്ളിയിലും കൂടി പോകുന്നുണ്ട്. അപ്പോൾ പാലൂർ പള്ളിയിലേക്കാണ് ഇനി അടുത്ത യാത്ര. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് പാലൂർ പള്ളിയിലും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പാലൂർ പള്ളിയുടെ ഉള്ളിലാണുള്ളത്. നല്ല തണല് കണ്ടപ്പോൾ ഇരുന്നത്. ഇന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന്
ഇവിടെ വന്നപ്പോൾ നല്ലൊരു തണൽ ഉള്ള സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ ഇരുന്നതാണ് കാണിച്ചു തരാട്ടാ. പിന്നെ നമുക്ക് പള്ളിയുടെ അകത്ത് കയറിയാലോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നല്ല തോമസ് ലീഗയുടെ വലിയൊരു രൂപം വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലായിട്ട് പഴയ പള്ളിയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അവിടെ തന്നെ 2 ബൈബിൾ ഇരിക്കുന്നതായിട്ട് കണ്ടു. ഒരു വലിയ ബൈബിളും ഒരു ചെറിയ ബൈബിളും കേട്ടോ. പിന്നെ നമുക്ക് പള്ളിയുടെ അകത്തേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഇനി പള്ളിയുടെ അകം ഒന്ന് എല്ലാ ഭാഗവും കാണാം. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശുദ്ധന്മാരുടെ വിവിധ തരത്തിലുള്ള തിരുശേഷിപ്പുകളാണ്. ഈ തിരുശേഷിപ്പുകളൊക്കെ ഒരുമിച്ച് കാണാമെന്നുള്ളത് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ തന്നെയുള്ള മറ്റൊരു പ്രത്യേകതയാണ്. അൽഫോൻസാമ്മയുടെ, അതുപോലെ യൂബ്രാസ്യമ്മയുടെ, മറിയം ത്രേസ്യ, അതുപോലെ കുര്യാക്കോസ് ചാവറച്ചൻ്റെ, അതുപോലെ എല്ലാ വിശുദ്ധന്മാരുടെയും ഒരുമിച്ച് കാണാൻ പറ്റുക പറയാൻ തന്നെ ഒരു ഭാഗ്യമല്ലേ. അതെ, അത് നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാട്ട ഗൈസ്. ഈ ഭാഗമാണ് പള്ളിയുടെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു ഭാഗം എന്ന് പറയുന്നത്. ഇത് പുരാതന ദേവാലയത്തിൻ്റെ ഒരു അടിത്തറയുടെ ഭാഗം അവരിപ്പോഴും പള്ളിയുടെ ഉള്ളിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ തോമാസ് ലീഹായുടെ ഭാരതത്തിൽ പാദവർഷമേറ്റിട്ടുള്ള ദേവാലയങ്ങളിലെ മണ്ണും അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് വേറൊരു പ്രത്യേകത പള്ളി പോയി കഴിഞ്ഞാൽ. ഇനി നമുക്ക് തളിയക്കുളം കാണാൻ വേണ്ടി പോകാം കേട്ടോ. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഈ തളിയക്കുളത്തിനാണുള്ളത്. പ്രത്യേകം എല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്നതും കാണുന്നതും അതുപോലെ ആ വെള്ളത്തിലിറങ്ങുന്നതും ഒക്കെ ഇവിടെ പതിവാണ്. തളിയക്കുളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തോമാസ് ലീഹ അത്ഭുതം നടത്തിയ അല്ലെങ്കിൽ അത്ഭുതം കാണിച്ച ഒരു കുളമാണ്. അപ്പം നമ്മളിതേ തളിയക്കുളത്തിലേക്ക് പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അടിയിടി ബഹളമൊക്കെ ഉണ്ടായി. നടക്കാൻ വയ്യ എനിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പനെ കൊണ്ട് നിർബന്ധിച്ചെടുപ്പിച്ചിട്ടാണ് അവൻ നടക്കുന്നത്. അവൻ നടക്കാൻ വയ്യ, അപ്പോൾ ഇടുക്കെന്ന് പറഞ്ഞിട്ടുള്ള ബഹളത്തിലാണ് കേട്ടോ. ഇതാണ് തളിയക്കുളത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. അപ്പോൾ നമ്മൾ അതിനെ നടക്കുകയാണ്. അത് കടന്നപ്പോഴേക്കും അപ്പയായിട്ട് അടിയായി. എടുക്കണില്ല അപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നടന്നു കേട്ടോ. അപ്പം അപ്പ പറയണം അവിടെ നടക്കുന്നത് എൻ്റെ കൂടെ നടന്നുകൂടി എന്ന് പറയുന്നുണ്ട്. അപ്പ വേണ്ട, ഞാൻ അമ്മയുടെ കൂടെ നടന്നോളാന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ നടക്കാൻ കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ ഊട്ടുപരയാണ് കേട്ടോ. സദംസ എന്ന് പറഞ്ഞ ഊട്ടുപര. ഇവിടെ ഊട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നടക്കുന്നത് ഈ ഊട്ടുപരയിലാണ്. അതിൻ്റെ സൈഡിലായിട്ട് നല്ല ഭംഗിയിൽ ചെടിയും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. ഇപ്പം അതിനിടയിൽ അപ്പനെ സോപ്പിട്ട് അപ്പയുടെ ഒക്കത്ത് കയറിയിട്ടാ അവർ സെറ്റായി. ഇപ്പം നമ്മളിതാ തളിയക്കുളത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ, മെയിൻ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കടക്കുകയാണ്.
ഇതാണ് നമ്മുടെ തളിക്കുളത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ അൾത്താര എന്ന് പറയുന്നത്. ഇവിടെയാണ് തളിക്കുളത്തിൻ്റെ ഉള്ളിൽ വരുന്ന മാമോദീസപരമായിട്ടുള്ള ചടങ്ങുകളും മറ്റ് പാലൂർ പള്ളിയുടെ മറ്റ് തിരുക്കർമ്മങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ചെറിയ അൾത്താര എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ തോമാസിലെ അത്ഭുതം കാണിച്ച ആ വലിയ കുളം എന്ന് പറയുന്നത്, തളിക്കുളം എന്ന് പറയുന്ന ആ വലിയ കുളം ഇതാണ്. ഇവിടെയാണ് കുഞ്ഞുമക്കളേനൊക്കെ പാലൂർ കൊണ്ടുവന്ന് മാമോദീസ മുക്കുന്നത്. അതുപോലെ തോമാസ്ലീഹ മാമോദീസ ഒരുപാട് പേരെ ഇവിടെ വെച്ച് മുക്കി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് ഐതിഹ്യങ്ങളും ഈ കുളത്തെ സംബന്ധിച്ചുണ്ട്. ഇനി നമ്മളിവിടുന്ന് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. ഒരുപാട് സമയമായി നമ്മളിവിടെ വന്നിട്ട്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം നമുക്ക് വിശപ്പിൻ്റെ വിളി ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പം സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ പാലയൂർ തീർത്ഥാടനം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. ടാറ്റ. അപ്പോൾ ടാറ്റ പറഞ്ഞു. ടാറ്റ, ബൈ. അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം മോൻ കരച്ചിലായി, അവന് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവന് കൊടുത്തു. അവൻ ഹാപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഉണ്ടായിക്കോളൂ. ഓക്കെ, താങ്ക് യു.